ഈ ഒരു വീഡിയോ കെവിൻ കണ്ടു കഴിയുമ്പോൾ വലിയൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കെവിന് ക്ലാസ് ഉള്ള ദിവസം ഡാരിസിന് ലീവ് ഉള്ളപ്പോൾ ഉണ്ടല്ലോ, കെവിന് ഭയങ്കര സങ്കടമാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് അതുപോലെ തന്നെ കെവിന് ക്ലാസ് ഉണ്ട്, ഡാരിസിന് ലീവാണ്. പക്ഷെ കെവിന് അറിയില്ല ഇന്ന് ഡാരിസിന് പോകണ്ടെന്നുള്ള കാര്യം. രാവിലെ എഴുന്നേറ്റപ്പോൾ ചോദിച്ചായിരുന്നു പപ്പയ്ക്ക് ഇന്ന് പോകണ്ടേന്ന്. അപ്പൊ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ കെവിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കെവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ കെവിനെ കൊണ്ടുവിട്ടിട്ട് നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത് റൊട്ടി സത്കാറിലേക്കാണ്. ആദ്യം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഓരോ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാരിസിന് വേണ്ടിയിട്ട് റൈസ് ബാത്ത് ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെന്നറിയില്ല ഈ രാവിലെ ഇരുന്ന് ചോറൊക്കെ തിന്നുന്നത്. എനിക്ക് രാവിലെ ചോറ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചോറും അതിൻ്റെ കൂടെ നാടൻ കറികളൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ ഇതുപോലെ ടൊമാറ്റോ റൈസും ലെമൺ റൈസും റൈസ് ബാത്തും ഒക്കെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാനാണെങ്കിൽ അധികം ഇവിടെ വരുമ്പോൾ വാങ്ങിക്കാറുള്ളത് ആലു പൊറോട്ടയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആലു പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ വാങ്ങിച്ചത് പനീർ പൊറോട്ടയാണ്. എനിക്ക് അങ്ങനെ ചായ കുടിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളൊന്നും ആയിരുന്നില്ല കേട്ടോ. ഡാരിസിന്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഈ ലോകത്ത് ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കാറുള്ളത് ഡാരിസിന്റെ അടുത്താട്ടോ. അങ്ങേർക്ക് നല്ല ക്ഷമയുള്ളതുകൊണ്ട് തന്നെ ഇരുന്ന് കേൾക്കാറുമുണ്ട്. ഡാരിസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതുവരെ എന്റെ പനീർ പൊറാത്ത വന്നില്ല കേട്ടോ. സമയം എടുക്കും വരാൻ വേണ്ടിയിട്ട്. എപ്പോൾ ഓർഡർ ചെയ്താലും ഇങ്ങനെ തന്നെ കേട്ടോ. ആദ്യം ഇഡ്ഡലി, ദോശ, റൈസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷെ പനീർ പൊറാത്ത, ആലു പൊറോട്ടയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് എന്റെ പനീർ പൊറാത്ത വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വലിയൊരു പനീർ പൊറാത്തയാണ്. അത് 4ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാട്ടോ തരുന്നത്. അതിൽ 1-2 പീസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. ഒരെണ്ണം ഫുള്ളായിട്ട് കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മളിങ്ങനെ മടുത്തു പോവും, അത്ര വലുതാണ്. എന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബസ് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, എന്റെ കാലിന് ചെറിയ പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു ആക്സിഡന്റിന് ശേഷം ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ. അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നൊക്കെയുള്ളൊരു വിഷമത്തിലിരിക്കുമായിരുന്നു ഞാൻ. അതുകൂടാണ്ട് പിന്നെ ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജിമ്മിൽ ഇപ്പോഴും പോകാൻ പറ്റത്തില്ല കേട്ടോ. കാല് റെഡിയായി വരുന്നേ ഉള്ളൂ. ജിമ്മിൽ പോകാനുള്ള പാകത്തിലേക്കൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു കുറച്ച് നാളായിട്ട്. അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ പനി വരാറുണ്ട്. പിന്നെ തുമ്മല്, ജലദോഷം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ ജിമ്മിൽ പോകുന്നതും ഓടാൻ പോകുന്നതൊക്കെ നിർത്തി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ കട്ടപ്പുറത്ത് കയറി ഇരിക്കേണ്ടി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം മാറി കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ ആയി. ഇനിയിപ്പോൾ പതുക്കെ റെഡിയായി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോകാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കെവിൻ എന്തായാലും ചെറിയൊരു ബഹളം ഉണ്ടാക്കും, അവനെ കൂട്ടാണ്ട് വന്നുകൊണ്ട്. കെവിനെ കൊണ്ട് വേറൊരു ദിവസം ഇവിടെ വരണം, കെവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആലു സമൂസ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 1-2 പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് വിശാൽ മാർട്ടിൽ ഒന്ന് കയറണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിട്ട് നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.